കോഴിക്കോട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. കുറ്റ്യാടിയിലെ രാസലഹരി പീഡനക്കേസിന്റെ അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, ഈ രാസലഹരി കേസുമായി ബന്ധപ്പെട്ട് എന്താണിപ്പോൾ യൂത്ത് കോൺഗ്രസിനുള്ള പരാതി? അത് പ്രതിഷേധമായി രൂപപ്പെട്ടത് എങ്ങനെയാണ് രാഹുൽ? ഇന്ന് യൂത്ത് കോൺഗ്രസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു. കഴിഞ്ഞ ദിവസം യുവമോർച്ചയും സമാന രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയും അതുപോലെ പെൺകുട്ടിയെയും മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചെന്ന കേസാണ്. കേസിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും, അത് അജ്നാസാണ് ഒന്നാം പ്രതി, ഇയാളുടെ ഭാര്യ മിസ്രിയ എന്നിവരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം ഒരു ആൺകുട്ടിയാണ് ഇതിൽ പരാതിയുമായി രംഗത്തേക്ക് വരുന്നത്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ അജ്നാസ് നാട്ടിൽ നിന്ന് കടന്നിരുന്നു, അജ്മീറിൽ പോയി ഒളിവിലായിരുന്നു. പിന്നീട് മംഗലാപുരത്ത് വെച്ചാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം മറ്റൊരു ആൺകുട്ടി കൂടി ഇതേ രീതിയിലുള്ള പരാതിയുമായി രംഗത്ത് വന്നു. അതിനുശേഷം പോലീസ് കൂടുതൽ അന്വേഷിച്ച് ഇയാളുടെ ഭാര്യയും പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. അതിന് പിന്നാലെയാണ് മറ്റൊരു പെൺകുട്ടി കൂടി 17കാരി സമാന രീതിയിൽ പരാതി മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചെന്ന പരാതിയുമായി രംഗത്തേക്ക് വന്നത്. കേസിലേതായാലും പോലീസിൻ്റെ അന്വേഷണം അത്ര ഊർജിതമല്ല, കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത്. യുവമോർച്ചയും അതേ ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. കേസിലേതായാലും നാദാപുരം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണത്തിന് വേണ്ടി. പക്ഷേ അത്രയും ഊർജിതമല്ല, കൂടുതൽ ഊർജിതമാക്കണം. കൂടുതൽ കുട്ടികൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്, ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരണം. കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവരെയും കൂടി അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഏതായാലും യുവജന പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. പ്രജീഷ്. ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.